ആ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഇല്ലിക്കൽ മലയാണ് കേട്ടോ. ഇല്ലിക്കൽ മലയുടെ ബാക്ക് ഭാഗമാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 11:30 ആവും. ഇവിടെ വന്നപ്പോൾ ഒരു 3 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇല്ലിക്കൽ മല കയറി ഞങ്ങൾ കുറച്ച് മുകളിലോട്ട് കയറി പോവുകയാണ്. മുകളിലോട്ട് അധികം കയറുന്നില്ല, കുറച്ച് ഭാഗം കയറുന്നുള്ളൂ. ഏതാ? അല്ലല്ല, ഇതാ വഴി. അല്ലേ കയറാകത്തില്ല. അപ്പോൾ ഇവിടെ വന്നുള്ള കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി കാഴ്ചയാണ്. സൂപ്പർ കാഴ്ച, പൊളിക്കാഴ്ച. ഇവിടെ മഴയൊക്കെ പെയ്തിട്ടുണ്ട് കേട്ടോ. മഴയുണ്ട്, നല്ല കാലാവസ്ഥയാണ്, ചൂടൊന്നുമില്ല. നമ്മളിങ്ങോട്ട് കയറി വന്നപ്പോഴത്തേക്ക് ഒരു മഴയുടെ അന്തരീക്ഷമാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ മല കയറി മുകളിലോട്ട് പോവുകയാണ്. മഴ പെയ്ത് കിടക്കുന്നുണ്ടേ ഈ തെറ്റലുണ്ട്. ഇവിടെ വന്ന ആള് മുമ്പോട്ട് കയറി പോയിട്ടുണ്ട്. അതിലേ പോകാൻ തോന്നുന്നു. എന്ത് മതിയായ? കയറുമ്പോൾ നോക്കിയാൽ കയറിയാൽ മതി. കമന്ന് പോണ ഇറങ്ങുന്നതാണ് പാട്. ഇരുന്നിറങ്ങണം. വഴിയുണ്ട്, അവിടെ ഒരു വഴി കണ്ടായിരുന്നു. നമ്മുടെ ഇല്ലിക്കല്ല് മലയുടെ ബാക്ക് ഭാഗമാണ് കേട്ടോ. റോഡ് കണ്ടോ, അടിപൊളിയാണ് കാണാൻ. നോക്കെ എന്താ ഭംഗി നോക്ക്. ഇടി വെട്ടുന്നുണ്ട് കേട്ടോ. ഇടി വെട്ടുമ്പോൾ നമ്മൾ മലയുടെ മുകളിൽ കയറുന്ന ഒരു അപകടമാണ്. ഇവിടെ അല്ല, കുറച്ച് ദൂരോട്ടോടെയാണ് ഇടി വെട്ടുന്നത്. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ. ഇടി വെട്ടുന്ന സൗണ്ട് ഉണ്ടോ? ദൂരം എവിടെയാണ്ട് ഇടി വെട്ടയാണ്. നമ്മളെ ഈരാറ്റുപേട്ടയൊക്കെ ടൗണൊക്കെ അവിടെ നിന്നുകൊണ്ട് കാണാൻ പറ്റും. അതുകൊണ്ടാണ് കാണുന്നതാണ് ഈരാറ്റുപേട്ട ടൗണാണ്. അങ്ങ് ദൂരെ കുനുകുനുകുന കുറേ കടകളും. ഇവിടെ കോട മൂടി കിടക്കുന്നുണ്ട്. ഇത്ര വലുതായിട്ട് വ്യക്തമായിട്ട് കാണത്തില്ല കേട്ടോ. നമ്മളെ കണ്ണിൽ കാണാൻ പറ്റും, ക്യാമറയിൽ വലിയ പാടാണ്. ഇപ്പോൾ റോഡാണ് പൊളി കേട്ടോ, സൂപ്പർ. അങ്ങനെ സാർ മുകളിലോട്ട് കയറിയിട്ടുണ്ട്. നമുക്ക് പതുക്കെ ഈ മല കയറണം കേട്ടോ. ഇതൊരു ഭയങ്കര ഹൈറ്റിൽ കിടക്കുന്ന ഒരു മലയാണ്. ഈ മല വലിഞ്ഞ് മുകളിലോട്ട് കയറണം. പുള്ളി അങ്ങോട്ട് പോയി. നിങ്ങൾ ഏത് വഴിയാണ് പോയത്? ആ, അപ്പോൾ ഈ വഴിയാണ് നമ്മൾ കയറി പോണത്. ഇപ്പോൾ പുല്ലിലൊക്കെ പിടിച്ചോണ്ടാണ് കയറി പോവാ. തിരിച്ചു വരുമ്പോൾ അത് സുഖമല്ലേ? അത് സുഖമല്ലേ? ഞാൻ കയറി കാണിച്ചതാ. ഈ മരം നിൽക്കുന്ന നോക്കെ, ചെവിട് നോക്ക്. ചെവിട് കനമില്ല, മണ്ട നോക്കാം. അല്ല വണ്ണം നോക്കെ, തെങ്ങിൻ്റെ ചെവിട് കണക്കുണ്ട് മണ്ട. അപ്പോൾ ഇതെങ്ങനെ കയറുമെന്നാണ്. അമ്മച്ചേ എല്ലാത്തും തരണേ. കയറിക്കോ, കയറിക്കോ, സുഖമായിട്ട് കയറാന്നേ ഉള്ളൂ. മോളിലല്ലേ? ആ, ഇടി വെട്ടുന്നതാണ്. മിന്നലടിക്കുക പെട്ടെന്ന്. ഇറങ്ങുന്നെങ്കിൽ ഇറങ്ങി, അതിലേ ഇറങ്ങണം.
അപ്പോൾ ഇതിലെവിടെ ഇറക്കാറുണ്ടോ? അതിലേ കയറാം. അവരിറങ്ങിയിട്ട് കയറും. ഷൂ എടുത്തിട്ടോണ്ട് പറഞ്ഞിട്ടില്ലായിരുന്നു, പണി കിട്ടി. ഈ ചെരുപ്പിട്ട് കഴിഞ്ഞാൽ പണിയാണ്. എന്താ പറ്റി? കയറും, ഇറങ്ങുന്ന കാര്യമല്ലേ? എന്താ അതുകൊണ്ടാ ഒരു തൊട്ടി വെള്ളം പോലും വീട്ടിൽ കോരാത്ത ആളാ, തുഴഞ്ഞ് കയറി പോണ്. ഇനി എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കയറി വരട്ടെ. ഞാൻ ഇതെല്ലാം കൂടെ വെച്ചിട്ട് സാഹസികതാണ്. കല്ലൊക്കെ ഒന്ന് ഉരുണ്ട് വീണാൽ തീർന്നു. അങ്ങനെയല്ല, ഇങ്ങനെ കയറാം. ഇവിടെ നിന്ന് ഇച്ചിരി കയറി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അയ്യോ, നമ്മൾ കിടന്നിരുന്നൊക്കെയാണ് കയറി വരുന്നത്. മറ്റേ അള്ളു രാഘവനെ അറിയാം? അള്ളു രാഘവൻ മിന്നലപ്പാ. എവിടെ? അവിടെ അടിച്ച് മിന്നലടിച്ച്. വാ പോവാ. അവിടെ ഇവിടെ അടിച്ച് ഇവിടാ. വാ ഇറങ്ങിയോ? കയറണ്ടല്ലേ? ആ വാ വാ വാ. ഞാൻ എന്നാ കണ്ട്. ഓ ഞാൻ എന്താ കണ്ടതാ ഈ സൈഡ് ഒരുപാട് ദൂരം. അപ്പോൾ നമ്മൾ താണ്ട ഈ നിൽക്കുന്ന ഇവിടെ മിന്നലടിച്ചേട്ടോ. നമ്മൾ മുകളിലോട്ട് കയറാൻ പോയതാ, കയറുന്നില്ല, തിരിച്ചിറങ്ങി പോയാ. പണിയാണ് അവിടെ. മിന്നൽ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ അവിടെ നിൽക്കാനൊക്കത്തില്ല. നമ്മൾ വന്നത് എന്തായാലും ഒരു ഉണക്ക സമയമാണെങ്കിലും മഴക്കാലമാണ് കേട്ടോ. വേനൽ മഴ വീഴുന്നൊരു സമയമാണിത്. അപ്പോൾ സാറ് ഇരുന്ന് ഇറങ്ങിയൊക്കെ ഇറങ്ങിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണ് ആ കാണുന്നത്. കണ്ടോ? ഞാൻ കണ്ട അവിടെ മിന്നലടിക്കുന്നത് തൊട്ടടുത്തുണ്ട്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ നോക്കേ. കണ്ട സ്ഥിതിക്ക് എന്നാ വേണ്ട, പണിയാ. ആ മരത്തിൽ പിടിക്കരുത്. ആ മരത്തിൽ പിടിച്ചാൽ അതോടെ പറഞ്ഞങ്ങ് പോകും. മണ്ടയ്ക്ക് ഭയങ്കര വണ്ണം, ചെവിട് നമ്മളല്ല ചീനിക്കമ്പിൻ്റെ വണ്ണമേ ഉള്ളു. നിങ്ങളിറങ്ങി, അപ്പോൾ ഞാൻ അവിടെ നിൽക്കുക. ഞാനും ഇറങ്ങട്ടെ. എന്താ നമ്മളെ ഞാൻ കാണിച്ച മലയുടെ സൈഡിൽ മിന്നലടിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. മുകളിലോട്ട് കയറാൻ പറഞ്ഞേ, പക്ഷേ മുകളിലോട്ട് പോകാൻ പറ്റത്തില്ല. ഭയങ്കര മിന്നലടിച്ച്. മിന്നൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കയറരുതെന്ന് താഴെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഇടിമിന്നലേക്കുന്ന സ്ഥലമാണ് കേട്ടോ. അതുകൊണ്ട് മുകളിലോട്ട് പോകുന്നില്ല. അപ്പോൾ നമുക്കിനി പിന്നെ എപ്പോഴെങ്കിലും വന്നിട്ട് മുകളിൽ കയറുന്ന വീഡിയോ നമുക്കെടുക്കാം. ഇപ്പോൾ തൽക്കാലം നമ്മൾ മുകളിലോട്ട് പോകുന്നില്ല. അപ്പോൾ ഇത് പെട്ടെന്നുള്ളൊരു യാത്രയായിരുന്നു. ഇവിടെ വരാൻ പ്ലാനൊന്നുമില്ലായിരുന്നു. നമ്മളൊരു 12-11 മണിയൊക്കെ ആയപ്പോഴാണ് ഉദ്ദേശിച്ചത് ഇങ്ങോട്ടൊന്ന് വരാൻ. അങ്ങനെ ഇറങ്ങി വന്നതാണ്. അപ്പോൾ നമ്മൾ ഈ യാത്ര ചെയ്യുന്നവർ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റത്തില്ല. ഈ പുല്ലിലൊക്കെ പിടിച്ച് വേണം താഴോട്ട് ഇറങ്ങി പോകാൻ. പുല്ല് പൊട്ടിയാൽ താഴെ പോയി വീഴും. മഴ ചെറുതായിട്ട് പൊടിക്കുന്നുണ്ട് കേട്ടോ. മഴത്തുള്ളി വെള്ളം വീഴുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് കോട്ടൊക്കെ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അത് പേടിക്കണ്ട. രണ്ട് പേർക്കും കോട്ടുണ്ട്. അപ്പം മഴ പെയ്താലും വിഷയമില്ല. ഞാൻ ഈ ബാഗ് എടുത്തപ്പോഴത്തേക്ക് ബാഗിനകത്ത് കോട്ടും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതോടെ ഇഞ്ഞെടുത്തുകൊണ്ട് വന്നു. മറ്റേ കശി പോയേ? ഹലോ, പറന്നങ്ങര്. ഞാൻ പതുക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ആ ഇപ്പുറത്തൂടെ അല്ലേ?
അതിലേക്കിടാണോ വന്നാ? ആ ഓക്കെ ഓക്കെ. മഴ പൊടിക്കുന്നുണ്ട് കേട്ടോ. മുകളിൽ കയറിയായിരുന്ന പണിയായനെ. പെട്ടെന്ന് നമുക്ക് ഇടിയൊക്കെ പെട്ടി ഇറങ്ങാനൊന്നും ഒക്കത്തില്ല. ഇടിമിന്നലേക്കുന്ന സ്ഥലമായതുകൊണ്ട് പെട്ടെന്ന് ചാടി ഇറങ്ങാനൊന്നും ഒക്കത്തില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ കാല് പോലും നിലത്ത് ചോട്ടാൻ പറ്റത്തില്ല, തെന്നും കേട്ടോ. പിന്നെ ഈ മണ്ണും ഒക്കെ പൊട്ടി ഒഴുകുന്നെന്ന് പറയും. ഉരുൾപൊട്ടലുണ്ടാകുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മഴ പെയ്താൽ ഇതിൽ ഇപ്പോൾ കയറാതിരിക്കുന്ന വൃത്തി, മൊത്തം തെന്നുന്ന കേട്ടോ. ചെളിയാണ് ചെളി. ഇത് നമ്മൾ കയറിയ വഴിയേക്കാളും സൂപ്പറാണ്, ഇറങ്ങാം. നമ്മൾ ആ മലയുടെ മുകളിലായിരുന്നു പോകേണ്ടുള്ളത്. അതും കഴിഞ്ഞ് ഏറ്റവും ഹൈറ്റിൽ പോകണം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കാണുന്ന ഇതിൻ്റെ മുകളിലല്ല, അത് കഴിഞ്ഞൊരു വലിയ മലയുണ്ട്, അതിൻ്റെ മുകളിലാണ് കയറി പോകണം. അപ്പോൾ നമ്മൾ ഇല്ലിക്കലിൻ്റെ അപ്പുറത്തെ ഭാഗം കാണാൻ പറ്റും. അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കയറി കാണുക. ഇവിടെ എല്ലാം ഈ കാട്ടുപേരൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇന്നാളെ വന്നപ്പോഴത്തേക്ക് നമ്മൾ ഇല്ലിക്കല്ല അങ്ങോട്ട് അപ്പുറത്ത് പോയപ്പോഴത്തേക്ക് റോഡ് സൈഡിലൊക്കെ ഇത് കണക്ക് കാട്ടുപേരയ്ക്കൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചൊക്കെ പറിച്ചെടുത്ത് നിന്ന്. ഇതിനകത്ത് പേരയ്ക്കൊന്നുമില്ല. ഉണ്ടോ ഇതിങ്ങനെ നിങ്ങൾക്ക് ക്യാമറയിൽ ഇതിൻ്റെ ഇതെന്തോന്ന് അറിയാക്കത്തില്ല കേട്ടോ. നല്ല താഴ്ച, മഴയത്ത് ഒരിക്കലും ഇതുവഴി വരരുത്. ഇത് തെന്നും, ഇവിടെ തെന്നുന്ന സ്ഥലമാണിത്. അപ്പുറത്തൂടെ കല്ലുണ്ട്, അതുകൊണ്ട് നമുക്ക് പിടിച്ച് കയറി പോകാൻ പറ്റും. കയറിയപ്പോൾ അറിഞ്ഞില്ല നമ്മൾ ഇത്രയും കയറി വന്നെന്നുള്ളത്. അങ്ങോട്ടൊക്കെ വഴി കിടക്കുന്നുണ്ട്. അത് എങ്ങോട്ട് പോണ വഴിയാണെന്നറിയണ്ടേ? ആ വഴിയൊക്കെ കണ്ടോ എൻ്റെ ബാക്കിൽ. മഴയത്ത് നമ്മൾ നല്ല തെന്നൂടെ ചെളിയായിരിക്കും, നല്ല വെള്ളം വന്നിങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഇതൊക്കെ. എന്താണ് മുന്നറിയിപ്പ് ബോർഡ് കണ്ട. മഴയത്തും മിന്നൽ സമയമൊക്കെ കയറിപ്പോരും ഇതിൻ്റെ മുകളിൽ, കാരണം വെച്ചാൽ പണിയാവും. നമ്മളെ ഇല്ലിക്കല്ല് മലയുടെ ബാക്ക് ഭാഗമാണ് കേട്ടോ. നമ്മൾ അങ്ങ് കയറാനായിട്ട് പോയത്. അപ്പോൾ ഇല്ല പിള്ളേരൊക്കെ അതുകൊണ്ട് തിരിച്ചിറങ്ങി വരുന്നു. മഴ പെയ്യുന്നതുകൊണ്ട് കുറച്ച് കണ്ടോ ഓരോ ആൾക്കാർ തിരിച്ചിറങ്ങി അവിടെ നിന്ന് വരികയാണ്. മഴ പെയ്യുന്നതുകൊണ്ട് അവിടെ നിൽക്കാനൊക്കെ ഒന്നുമില്ല, നല്ല ഇടിയും ഉണ്ട് കേട്ടോ. ഏതാ? ഇവിടെ അല്ലേ? ഇല്ല അതെന്തോ, അതും മഞ്ഞല്ലേ? മിന്നൽ കണ്ടോ? മിന്നൽ അടിപൊളി. ഒരു ജീപ്പ് അത്. ഉയരത്തിലുള്ള സ്ഥലമല്ലേ ഇവിടെ? അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ ഇല്ലിക്കല്ല് മലയിൽ നമ്മൾ നേരെ താഴോട്ടിറങ്ങി പോവുകയാണ് കേട്ടോ. ഇപ്പോൾ അവിടെയൊക്കെ നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട്, മണ്ടയിൽ കയറാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ കയറിയവരെല്ലാം തിരിച്ചിപ്പോൾ അവിടെയൊക്കെ തങ്ങിയൊക്കെ നിൽക്കുക. ഇടി വെട്ടുന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റും. മിന്നലടിക്കും കേട്ടോ. ഇവിടെ കുറേ മിന്നലടിച്ചതാകണ്ടോ. അതുകൊണ്ട് അവിടെയൊക്കെ ഇപ്പം മിന്നലടിച്ചായിരുന്നു, അത് കണ്ടോന്നറിയാൻ വയ്യ. ഇത് അവിടെയൊക്കെ നല്ല കോട കയറി ഇങ്ങനെ വരുന്നു. അവിടെ എല്ലാം കോട കയറി കൊള്ളുന്നുണ്ട്. ഇപ്പം ഈരാറ്റുപേട്ട ടൗണൊന്നും കാണാൻ പറ്റുന്നില്ല, എല്ലാം മഞ്ഞ് കയറി നിറഞ്ഞതാണ്. ഈ ഭാഗത്തൊക്കെ ഇല്ലിക്കല്ല് പോകുന്ന മെയിൻ ഭാഗത്തൊക്കെ നല്ല മഞ്ഞ് കയറി ഫുള്ള് മഞ്ഞായിട്ടുണ്ട്. അടിപൊളി കാഴ്ചയാണ്, അടിപൊളി. നമ്മളവിടെയൊക്കെ നല്ല നല്ല വെയിലും നല്ല ചൂടൊക്കെയാണ്. ഇവിടെ നല്ല മഴയും തണുപ്പും ഒക്കെയാണ് കേട്ടോ. വന്നപ്പോൾ നല്ല കത്തുന്ന ചൂടായിരുന്നു, ഇവിടെ വന്നപ്പോൾ ഒരു ആശ്വാസമായത്. അപ്പോൾ നമ്മൾ നേരെ താഴോട്ടാണ് പോകുന്നത്.
അങ്ങനെ ആ മുകളിലത്തെ പാറ കണ്ടോ, ആ പാറയിലാണ് നമ്മൾ കയറാനായിട്ട് പോയത്. നമ്മൾ കുറച്ചൊക്കെ ദൂരം പോയി തിരിച്ചിറങ്ങിയത്. ഇല്ലിക്കല്ലിൻ്റെ ഒരു ഭാഗം, ഈ മല ഒരു മലയായിരുന്നു കേട്ടോ, ഇത് രണ്ടായിട്ട് എന്തോ പറ്റി രണ്ടായിട്ട് ഇടിഞ്ഞങ്ങനെ പോയതാണ്. അതിൻ്റെ ഒരു ഭാഗമാണിത്. ഒരെണ്ണം കുറച്ച് അപ്പുറത്തൂടെ പോകണം. അവിടെ ഫുള്ള് ഇടിയും മിന്നലും ഒക്കെയാണ്, അതുകൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. അവിടെ അതുകൊണ്ട് ഫുള്ള് മഞ്ഞ്. നമ്മൾ വലിച്ചു പിടിച്ച് കയറി പോകുന്ന സ്ഥലം. ഗ്രില്ല് കാണുന്നുണ്ടോ? ആ അത് തന്നെ ഗ്രില്ല് കാണുന്നില്ല. അത് തന്നെ അവിടെ നിൽക്കുമ്പോൾ ഈ മഡ് കാണത്തില്ല നമ്മൾ. നേരത്തെ വിളിക്കാം. അത് തന്നെ. ഓ താഴ്ച നോക്കിയതാ പൊന്നോ, വീണ് കഴിഞ്ഞാൽ തീർന്നു, പണി പാളി. ഇതെന്ത് മരമാണ് അതൊക്കെ? വീട്ടിൽ ചുമ്മാ കുത്തിയിരിക്കാൻ ഇങ്ങോട്ടൊക്കെ ഇറങ്ങി വാ, ഇതേകണക്കുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. അടിപൊളി കാഴ്ചകൾ. ഇതിൻ്റെ താഴ്ച നമുക്കറിയാൻ പറ്റത്തില്ല. ഇത് കണ്ടോ, നേരിട്ട് നോക്കുമ്പോഴത്തേക്കുള്ള ആ ഒരു, ഇപ്പം നമ്മൾ അങ്ങോട്ടൊക്കെ കോട മൂടി ഇങ്ങനെ വരുന്നു. മഴ ഇപ്പോൾ ഇച്ചിരി കുറഞ്ഞ്, മിന്നലടിയാണ് കുറയാത്തത്. അപ്പം കുറച്ച് കാറുകാരൊക്കെ കിടപ്പുണ്ട്. ബൈക്കിൽ വന്ന് എല്ലാവരും മിക്കവാറുള്ളവർ പോയിട്ടുണ്ട്. മലയുടെ മുകളിലൊന്നും ആരും ഇല്ല ഇപ്പം. അപ്പോൾ ഓക്കെ, ഇവിടെ നിന്ന് പോവാം. അങ്ങനെ നമ്മൾ ഇല്ലിക്കല്ല് മലയുടെ ബാക്ക് ഭാഗത്ത് നിന്ന് താഴോട്ടിറങ്ങി വരികയാണ് കേട്ടോ. അടിപൊളി തണുപ്പ്. വിറയ്ക്കുന്നു. സൂപ്പർ തണുപ്പാണ്. അപ്പോൾ നമ്മളിവിടെ വരുമ്പോഴത്തേക്ക് അതൊക്കെ പോന്നോളൂ, നേരെ കൊക്കയിലോട്ട് പോകും. അല്ലെങ്കിൽ അതുകൊണ്ട് വീണ്ടും അവിടെ കോട. ആ ഇവിടെ നമ്മൾ നിന്നായിരുന്നു. നമ്മളെ ഫ്രണ്ടിലോട്ട് കണ്ടോ കോട, ഫുള്ള് കോട. ഈ വഴിയാണ് സൂപ്പർ ഇവിടുത്തെ. നല്ല തണുപ്പ് കേട്ടോ. അത്രയ്ക്കും ചൂടിൽ നിന്നാണ് ഇറങ്ങി വന്നത്. വണ്ടി നമ്മൾ ഓട്ടിച്ച് മടുത്തുപോയി. അതായത് ഫുള്ള് ചൂടായിരുന്നു. വണ്ടിയുടെ ചൂട്, റോട്ടിൻ്റെ ചൂട്, യാത്ര ചെയ്തങ്ങ് മടുത്തു. ഇവിടെ വന്നപ്പോഴത്തേക്ക് അതങ്ങ് മാറി. ഇപ്പം നല്ല തണുപ്പുണ്ട്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ എന്തോന്ന് അറിയാൻ വയ്യ. ഇപ്പോൾ കൊള്ളാം. ഇവിടെയൊക്കെ നല്ല മഴയത്തൊക്കെ നല്ല വെള്ളച്ചാട്ടം കേട്ടോ. വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോണ സ്ഥലം ഇതൊക്കെ. ഒത്തിരി സ്ഥലങ്ങളിൽ അങ്ങനെ ഉണ്ട്. നല്ല ഇരുട്ടായിട്ട് കിടക്കുകയാണ് കേട്ടോ. വെട്ടവും വെളിച്ചമൊക്കെ കാണുമെന്ന് അറിയാൻ വയ്യ. നല്ല ഇരുട്ടാണ്. ഇവിടെ എല്ലാം എന്താണ്ട് നമ്മൾ ഇടി വെട്ടുന്ന സമയത്ത് വരരുത്. മഴയത്തൊക്കെ വന്നാൽ നമുക്ക് അത്യാവശ്യമൊക്കെ കാണാം. ഭയങ്കര മഴയത്തൊന്നും വരരുത്. ഇവിടെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാവുക. ഇത് കണ്ടോ, മണ്ണൊക്കെ ഇടിഞ്ഞ് ഇങ്ങനെ മണ്ണിടിച്ചിലുണ്ടാവും ഇവിടെയൊക്കെ. അപ്പോൾ നമ്മൾ അല്ലാതെ മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ, മഴയൊക്കെ തോന്നി നിൽക്കുന്ന സമയങ്ങളിലൊക്കെ വരാം. വണ്ടി ഒട്ടുന്നില്ലേ? അതാ അത് ഗിയറിൽ നമ്മളിങ്ങനെ ഇറങ്ങിയല്ലേ, ബ്രേക്ക് പിടിക്കാതെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഗിയറിൽ, നമ്മൾ വരുന്ന ഗിയറിൽ തന്നെ ഇങ്ങനെ ഇറങ്ങണം. ബ്രേക്ക് കേട്ടി കഴിഞ്ഞാൽ പണി കിട്ടും ചിലപ്പം. ഇത് ചൂടായിട്ട് ബ്രേക്ക് പോകും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇല്ലിക്കല്ല് വന്നപ്പോൾ എൻ്റെ വണ്ടി മറ്റേ ഹൈനസിന് പണി അങ്ങനെ കിട്ടിയായിരുന്നു കേട്ടോ. ബാക്ക് ബ്രേക്ക് പോയായിരുന്നു ഇതേ കണക്ക്. നമ്മൾ ഇല്ലിക്കല്ല് മലയിൽ കയറിയിട്ട് തിരിച്ചിറങ്ങിയിട്ട് ഇവിടെ വരാനായിട്ട് വന്നപ്പോഴത്തേക്കാണ് അന്ന് അത് സംഭവിച്ചത്. എല്ലാ വണ്ടിക്കും, കാറിനായാലും ബൈക്കിനായാലും ഡിസ്ക് ബ്രേക്കുള്ള എല്ലാത്തിനും അങ്ങനെ പറ്റും.
മഞ്ഞടിക്കുന്നതാ ശ്വാസം വിടുമ്പം. ഇത് കാട്ടുവാഴയാണോ? വൈകിട്ട് ആൾക്കാർ വരും. വൈകിട്ട് നല്ല തണുപ്പാണ് അവിടെ. വൈകിട്ട് മഴയില്ലെങ്കിൽ ഇത് കാട്ടുവാഴയാണോ? ഇത് എന്തോ കൊള്ളാമല്ലോ. അത് വാഴയത്, അത് എന്തോ ഒരു പ്രത്യേകതരം വാഴയാണത്. കൊല പിടിക്കും അത് എന്തോ സൈസ് പരം പിടിക്കും. ഇവിടെ ചക്ക വീഴുന്ന സ്ഥലമാണ് കേട്ടോ. ചക്കയൊക്കെ റോഡിൽ കിടക്കുന്നത്. നല്ല തണുപ്പ് താഴോട്ട് ഇറങ്ങിയപ്പോൾ ഇല്ലേ? വാഴയാണ് കൊല പിടിച്ചിരിക്കുന്നു. നോക്കിയത് ആ ഒരു കാറ് കത്തി കിടക്കുന്നു. ഇതേ കണക്കെ കയറി വരുമ്പോൾ വണ്ടി ചൂടായി വയറൊക്കെ ഷോർട്ടായി കത്തുന്നതാണത്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇറങ്ങി ഓടാനേ പറ്റൂ. നമ്മളവിടെ താഴേന്ന് 13 കിലോമീറ്റർ അല്ലേ കയറിയത്. അപ്പം നമ്മളിനി 13 കിലോമീറ്റർ താഴോട്ട് ഇറങ്ങണം. ഇല്ല അല്ല ഉണ്ട്. ആ കടയുടെ അടുത്തുനിന്നേ ഉണ്ടപ്പാ. തേരിയുണ്ട്. ഇവിടെ ഒരു വീടുണ്ട് കേട്ടോ. ഫുള്ള് തോട്ടങ്ങളാണ്. കവുങ്ങ്, ഈ ഗ്രാമ്പ്, കുരുമുളക്, ഏലം, അങ്ങനെയുള്ള തോട്ടങ്ങളാണ് ഫുള്ള്. ആ ഒരു പാറ ഇരിക്കുന്നതൊക്കെ ഇപ്പോൾ വീഴുമെന്നും പറഞ്ഞാണൊക്കെ ഇരിക്കുന്നത്. മലകളൊക്കെ നോക്കാം, എന്താ ഭംഗിയല്ലേ, അടുക്കടുക്കായിട്ട്. എന്തുവാ, എന്തോ ഒരു സാധനത്തിനെ കണ്ട് നോക്കാം. എവിടെ? പുലിയെല്ലാം ആണോ? എന്നാൽ ഓടാനും പറ്റത്തില്ല. പുലിയാണെങ്കിൽ ഓടാൻ പറ്റത്തില്ല. സൗണ്ട് ഉണ്ടാക്കല്ലേ, സൗണ്ട് ഉണ്ടാക്കിയാൽ പോവും. ഉണ്ടായിരിക്കും, പോയി കാണും. എന്തോ അതുകൊണ്ട് അവിടെ ഇലയൊക്കെ മാറി കിടക്കുന്നു. എന്താ കയറി വന്നതാ? ഇറങ്ങിപ്പോയതാ. എന്തോ കയറി ഇല മാറി കിടക്കുന്നു. ആണോ? പറഞ്ഞതാ. കാടല്ലേ ഇപ്പോൾ ഇത്, കൃഷിയുള്ള അന്നേരം അത് വേറെ കാട്ടുമൃഗങ്ങളാ. അത് കാട്ടുമൃഗങ്ങളാ. അതുകൊണ്ട് ഇത് ഫുള്ള് ഏലമാണ് കേട്ടോ. ഏലത്തോട്ടങ്ങളാണ്. ഏലമെല്ലാം എന്തുകൊണ്ട് പൂവെടുത്ത് ഇങ്ങനെ പൂത്ത് നിൽക്കുന്നു. ഇതല്ലേ അങ്ങനെ അടുത്ത എയർപിൻ വളവ്. ഇത് അങ്ങോട്ട് പോകുമ്പോൾ എയർപിൻ വളവാണിത്. ഞാൻ ബ്രേക്കിലൊന്നും ചവിട്ടുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഓരോ വീടൊക്കെ ഉണ്ട്. ഇതാണ്ട ഇവിടെ ഒരു കിണർ കാണുന്നുണ്ട്. ഇതിൻ്റെ മുകളിലൊരു വീടുണ്ട്. ഇവിടെ കിണറൊക്കെ കുഴിച്ചാൽ വെള്ളം കിട്ടും. ഇവിടെ കണക്ക് ഇരിക്കുന്നത്. ഇതാ ഈ വെള്ളപ്പൂവുണ്ടോ? നല്ല വെള്ളമായിരിക്കുമല്ലോ അല്ലേ? സൂപ്പർ വെള്ളമായിരിക്കും. നമ്മളവിടുത്തെ കണക്ക്. ഇതൊരു എയർപിൻ വളവാണ് കേട്ടോ. അങ്ങോട്ട് പോകുമ്പോൾ നോക്കി ഇറങ്ങാം, കയറണം. ഇവിടെ ഒരു കടയുണ്ട് കേട്ടോ. ഇവിടെ നിന്നൊക്കെ ഇവിടെ അല്ല, അവിടെ മുകളിൽ ചെന്ന് നമുക്ക് വെള്ളവും ഏത് ഭയങ്കര തിരക്കായിരിക്കും. ഇന്ന് അവധി ദിവസം എന്ന് വെച്ചാൽ വെക്കേഷൻ ആണല്ലോ. ഇപ്പം എല്ലാവരും യാത്രയൊക്കെ ചെയ്ത് കുഴഞ്ഞു കാണും. ഇനി 10-18 ദിവസം കൂടെ അല്ലേ ഉള്ളൂ സ്കൂളൊക്കെ തുറക്കാൻ. അതുകൊണ്ടൊരു ജീപ്പ് ബൊലേറോ വരുന്നു. തലനാട് പഞ്ചായത്ത് ഓഫീസാണിത്. ഈ കാട്ടിനകത്താണോ? ഇവിടെ ഒരു കടയുണ്ട്, 2-3 വീട്. 2-3 കുറച്ച് വീടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവിടെ വീടുണ്ട്, മുകളിലോട്ട് വീടുണ്ട്. നമ്മൾ ഭയങ്കര ഇരുട്ടാണ് കേട്ടോ. ഇവിടെ ഭയങ്കര ഇരുട്ട്. തോന്നുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ?
ഇതെല്ലാം മറ്റേ കാപ്പി കൃഷിയാണ്. ഇതിൻ്റെ അടിഭാഗം നോക്കെ ഫുള്ള് ഇരുട്ടാണ് കേട്ടോ. ഇപ്പം ശരീരമൊക്കെ തണുത്ത് മുകളിലോട്ട് കയറിയപ്പോഴത്തേക്ക് അവിടെ ഒരു കടയുണ്ട് കേട്ടോ, അടിപൊളി കട, പഴയ മോഡൽ കട. കള്ളുഷാപ്പ്, അത് സൂപ്പർ കള്ളുഷാപ്പാണല്ലോ, വെറൈറ്റി കള്ളുഷാപ്പ്. നോക്കേ, കാട്ടിനകത്ത്. അങ്ങനെ ഇതാണ്ട് കാട്ടുരാജാവ് ഇതാ പോണ്. അതുകൊണ്ട് അടിപൊളി ഒരു വീട്, അതുകൊണ്ട് പഴയ മോഡൽ വീട് കണ്ടോ. അപ്പോൾ ഈ വീഡിയോ ഇവിടം വരെയുള്ളൂ. അപ്പോൾ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ആരും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. അപ്പോൾ ആരും ലൈക്കും കമൻറ്റും ഒന്നും ചെയ്യുന്നില്ല, ആരും ചെയ്യാതിരിക്കല്ലേ, ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് പോണേ. അപ്പോൾ ഇവിടെ ഒരു കട്ടറുണ്ടായിരുന്നു, അത് കണ്ടില്ല. അവിടെ ഒരു കട്ടറുണ്ടായിരുന്നു, പൊങ്ങിപ്പോയി വണ്ടി. അപ്പോൾ നിങ്ങളോട് ലൈക്കും കമൻറ്റും ചോദിച്ച് കുഴി ചെന്ന് വീണ്. അതാണ്ട് അടിപൊളി ഒരു വീട്, മൊത്തം പൂന്തോട്ടങ്ങളാണെന്നേ. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് കേട്ടോ, ഇതാണ് ക്ഷേത്രം. നമ്മളങ്ങനെ ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. അയ്യോ, നിങ്ങളല്ലേ ഓടിക്കുന്നത്?